കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് തെരുവിലിറങ്ങി. പലയിടത്തും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിക്ക് നേരെയും കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി. സലീം മാലിക്ക തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സലീം, തലസ്ഥാന ജില്ല ഉൾപ്പെടെ മറ്റ് പലയിടങ്ങളിലും ഈ പ്രതിഷേധങ്ങൾ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് സാക്ഷിയായ ദിവസമാണിന്ന്. തിരുവനന്തപുരത്താകട്ടെ അതൊരു മാരത്തോൺ പ്രതിഷേധമായിരുന്നു. വിവിധ സംഘടനകളുടെ പ്രതിഷേധം മിനിറ്റിട വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് അരങ്ങേറിയത്. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം തുടരുകയും ചെയ്തു. അതിൽ കോൺഗ്രസും BJPയും മറ്റ് പോഷക സംഘടനകളും എല്ലാം ആ പ്രതിഷേധത്തിൽ അണിചേർന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധമുണ്ടായി. തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കായിരുന്നു ആദ്യം പ്രതിഷേധമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. പോലീസിന് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. വിവരം ലഭിച്ചു തുടങ്ങി ബാരിക്കേഡ് തയ്യാറാക്കുമ്പോഴേക്കും മറുവശത്തുകൂടി എത്തി മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുകയും ചെയ്തു. ഈ സമരം അരമണിക്കൂർ നീണ്ടുനിന്ന് അതിനുശേഷം ആ സമരം അവസാനിച്ചതിന് ശേഷം മാത്രമാണ് ജലബീരങ്കി വാഹനം ഉൾപ്പെടെ സ്ഥലത്തെത്തിയത്. അതിന് തൊട്ടു പിന്നാലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് KSUവിന്റെ മാർച്ചുണ്ടായി. പിന്നാലെ യൂത്ത് ലീഗ് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് ഫ്രണ്ട് മാർച്ച് നടത്തി. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. മറ്റ് ജില്ലകളിലും സമാനമായിരുന്നു സാഹചര്യം. ഒട്ടുമിക്ക ജില്ലാ ആസ്ഥാനങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും BJPയുടെയും ഒക്കെ പ്രതിഷേധവും മന്ത്രിയുടെ കോലം കത്തിക്കലും ഉൾപ്പെടെ ഉണ്ടായി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധമെല്ലാം നടന്നിരിക്കുന്നത്. നാളെ മുതൽ കൂടുതൽ കടുപ്പിക്കാനാണ്, ഈ പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. KPCC തന്നെ ഔദ്യോഗികമായി ആഹ്വാനം ചെയ്ത് നാളെ വിവിധ മണ്ഡലം തലങ്ങളിൽ, എല്ലാ മണ്ഡലം തലങ്ങളിലും പ്രതിഷേധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർച്ച് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് ആ മാർച്ച് നടക്കുക. ഒപ്പം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ KPCC യോഗത്തിൽ സംസ്ഥാനത്തിലെ താലൂക്ക് ആശുപത്രികളുടെ അനാസ്ഥയ്ക്കെതിരെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഒരു പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിരുന്നു. അതും ഈ സാഹചര്യത്തിൽ അതിനും രാഷ്ട്രീയ പ്രാധാന്യമേറും. SKN. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത്. തലയോലപ്പറമ്പിലെ ബിന്ദുവിൻ്റെ മരണം നിർഭാഗ്യകരമായി എന്ന് വേണം പറയാൻ.